ദുബായിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളെ ബന്ധിപ്പിക്കാൻ ഭൂമിക്കടിയിലൂടെ ഒരു പാത ദുബായിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ദുബായ് ലൂപ്പ്. ഭൂമിക്കടിയിലൂടെയുള്ള ഈ ഒരു പാതയ്ക്ക് ഏകദേശം 17 കിലോമീറ്റർ ആയിരിക്കും ദൈർഘ്യമുണ്ടാവുക. ഇതിൽ 11 സ്റ്റോപ്പുകൾ ഉണ്ടാകും. മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗത എന്നുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ സഞ്ചാരം. ഒരു മണിക്കൂറിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ 20,000-ലധികം ആളുകൾക്ക് ഒരേ സമയം യാത്ര ചെയ്യാനും സാധിക്കും. ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും ഇതിനായി ഉപയോഗിക്കുക. ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ഇലോൺ മസ്കിന്റെ ഭൂഗർഭ റോഡ് കമ്പനിയായ ബോറിംഗ് കമ്പനിയും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. ദുബായിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിലാണ് പ്രധാനപ്പെട്ട ഈ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടന്നത്. ഈ വീക്കെൻഡിൽ താപനില കുറയാനും നേരിയ ചാറ്റൽ മഴയ്ക്കുമൊക്കെ സാധ്യതയുണ്ടെന്നാണ് UAE കാലാവസ്ഥാ കേന്ദ്രമായ NCM അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയകളിലും UAE നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലും ചാറ്റൽ മഴയ്ക്ക് പ്രത്യേകം സാധ്യത പറഞ്ഞിരിക്കുന്നു. പൊതുവെ എല്ലായിടങ്ങളിലും ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് അനുഭവപ്പെടുക. ശനിയാഴ്ച രാത്രി സമയത്ത് ഹ്യൂമിഡിറ്റി വർദ്ധിക്കാനും സാധ്യതയുണ്ടെന്ന് NCMന്റെ റിപ്പോർട്ടിൽ പറയുന്നു. UAE ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി കഴിഞ്ഞ ദിവസം ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ വർഷത്തെ വിശുദ്ധ റമദാൻ മാസ ആരംഭം മിക്കവാറും 2025 മാർച്ച് 1-ാം തീയതി ആകാനാണ് സാധ്യത എന്നാണ്. ആ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ ഡയറക്ടർ മുഹമ്മദ് ഷൗക്കത്ത് ഒതയാണ് ഈ ഒരു കാര്യം പുറത്തുവിട്ടിട്ടുള്ളത്. ഷാർജ KMCC എന്നും ഓർമ്മയിൽ എന്നുള്ള പേരിൽ പ്രത്യേക അനുസ്മരണ പരിപാടി നടത്തി. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ എന്നിവരുടെ സ്മരണാർത്ഥം നടത്തിയ ഈ ഒരു പരിപാടിയിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രമുഖ പ്രഭാഷകനായ അബ്ദുൾ സമദ് പൂക്കോട്ടൂരാണ് അനുസ്മരണ പ്രഭാഷണം നടത്തിയത്. MSFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിഷ ബാനു പരിപാടിയിൽ അതിഥിയായി എത്തി. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ 2025 ഫെബ്രുവരി 14-ാം തീയതി വെള്ളിയാഴ്ച.